ഹലോ വെൽക്കം ബാക്ക് ടു ഫത്തൂസ് കുക്കിംഗ്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മൾ കുറച്ച് വീക്കായി വീഡിയോ ആയിട്ട് വന്നിട്ട് ഇപ്പോൾ നോമ്പ് മാസമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ നോമ്പിന് വേണ്ടി ഒരു സ്നാക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ റെസിപ്പി നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്, അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ആദ്യം നമുക്ക് ഒരു സ്മോൾ പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സ്നാക്കിന് പേരൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേര് തോന്നുന്നെങ്കിൽ താഴെ സജസ്റ്റ് ചെയ്യൂ. അപ്പോൾ ഇനി നമുക്ക് മൈദ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബട്ടറിൻ്റെ കൂടെ. ഇത് നമ്മൾ പാസ്തയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന വൈറ്റ് സോസ് ആണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ മൈദയും ബട്ടറും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറുകി വരുന്നത് വരെ. അപ്പോൾ നമ്മളുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു കപ്പ് ക്യാബേജാണ് ആദ്യം ഞാൻ ചേർക്കുന്നത്, ഇത് സ്ലൈസ് ചെയ്തത്. പിന്നെ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആഡ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ തക്കാളി, അത് സ്ലൈസ് ചെയ്തത്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറിയാൽ മാത്രം മതി. ഇനി നമുക്കൊരു സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ചെറിയ സവാള കട്ട് ചെയ്തതാണ്. ഇതിങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബീഫ് ഫ്രൈ ആണ്. ഇത് ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് കുക്ക് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ചിക്കനും മട്ടനും ഒക്കെ അല്ലേ മേടിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളിത് ഉറപ്പായിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റും കൂടെ ചെയ്യണേ. അപ്പം നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ ഒരു കപ്പ്, വെള്ളവും ഉപ്പും ആഡ് ചെയ്ത് ചപ്പാത്തീൻ്റെ ഡോ പോലെ ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ പരത്തിയെടുക്കുന്നതൊന്നും കാണിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിങ് അതിലോട്ട് വെച്ച് കൊടുത്ത് ഞാൻ ഈ കാണിക്കുന്നത് പോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഫില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് ചപ്പാത്തി പ്രസ്സിൽ പരത്തിയെടുത്തതാണ് ആദ്യം കാണിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ ചപ്പാത്തി പലകയിൽ പരത്തിയെടുത്തതാണ്. നമുക്ക് ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ബോൾസും പരത്തി നിങ്ങൾക്ക് ഈ ഫില്ലിങ് വെച്ച് ഇതുപോലെ മടക്കിയെടുക്കാം. ഞാൻ ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സമൂസയുടെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ എല്ലാത്തിലും ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ പേരില്ലാത്ത സ്നാക്കിനെ ഇതിലിട്ട് കൊടുക്കാം. ഇത് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ അപ്പുറവും അപ്പുറവും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇത്രയും വലുതായിട്ട് ഉണ്ടാക്കണ്ടെങ്കിൽ ചെറിയതായിട്ട് പരത്തിയെടുത്താൽ മതി. ഞാനിപ്പോൾ വലിയ ഇതായിട്ടാണ് ഉണ്ടാക്കുന്നത്. വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം നോമ്പ് തുറക്കുമ്പോൾ. നമ്മളുടെ ചീച്ചു പറഞ്ഞതുപോലെ പേരില്ലാത്ത സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. See you next time. Bye.